നിങ്ങളിപ്പോ എന്തോന്ന് പണി ചെയ്യാൻ വന്നത്? ഞാൻ മോളിലെ മറ്റേ മുളക് ഉണങ്ങിയാൻ നോക്കാം. എന്നാ പോയി അത് ചെയ്യും. അല്ല അത് ചെയ്ത് കഴിഞ്ഞല്ലോ. എന്താ ചതിയനാ നിങ്ങള്? എന്താ ആര് കഴിച്ചത്? അല്ല മുത്തോളം ചതിച്ചെന്നല്ലേ പറഞ്ഞത്? അല്ലല്ല അങ്ങനെ തന്നെ പറഞ്ഞത്. പിന്നെ ഈ വസന്ത വന്ന കോഴി കണക്ക് നിൽക്കാതെ എന്റെ മുഖത്ത് നോക്കി പറ, ഞാൻ എന്തോന്ന് ചതിയാൻ ചെയ്തത്? അത് അണ്ണനല്ല പറഞ്ഞത്. അണ്ണൊന്ന് പോക്കേ. ആഹാ അത് ശരി. എന്നല്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. മുത്തോളൊന്ന് പോയി തരുമോ? പോവാം പോവാം. നിങ്ങളൊക്കെ അങ്ങ് വന്നായപ്പോ നമ്മളെ വേണ്ട. ശരിയല്ല കേട്ടാ. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കൂ. അമ്മയുടെ പോയി പറഞ്ഞു കൊടുക്കും. അതിന് മുന്നേ കൊണ്ടുപോവാ. നീ പോയി നോക്കിയേ. അമ്മ പോയി നോക്കേ. ശരി, ഞാൻ പോയി നോക്കിട്ട് വരാം. ലക്ഷ്മി പിടിക്കാണല്ലോ. എനിക്ക് ഇപ്പൊ ഒന്നും വേണ്ട. അല്ല ഞാൻ ഒന്നും കൊണ്ടുവരാൻ വന്നതല്ല കൊച്ചമ്മ. പിന്നെ ഇത് വായിക്കാമോ? അല്ല അത് അതിനുമല്ല, ഒരു രഹസ്യം പറയാനുണ്ടായിരുന്നു. മോളിരിക്കുന്ന നന്നായിരിക്കുന്ന അത് വരയ്ക്കുന്ന കൊച്ചമ്മ, നമ്മളറിയാതെ ചന്ദ്രകാലത്തിൽ എന്തൊക്കെ രഹസ്യങ്ങൾ നടക്കുന്നുണ്ട്. അതാ കൊച്ചമ്മ, ഞാൻ നമ്മളെ പടിക്കെട്ടിന്റെ അവിടെ എത്തിയപ്പം സുരഭിയും പ്രസവ കുഞ്ഞും കൂടെ ലക്ഷ്മി കുഞ്ഞിനെ താങ്ങിക്കൊണ്ടുവരുന്നു. മാന്യമായിട്ട് ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അത് വലിയ കുറ്റമായി. എന്നെ ഒരു നോട്ടം, അതും വശപ്പശന്ന് നോട്ടം നോക്കി ഭയങ്കരമായിട്ട് എന്നെ ദേഷ്യപ്പെട്ട് കൊച്ചപ്പ. എന്തോ അപ്പൊ നടക്കുന്നേ? അതാണ് കൊച്ചമ്മ അറിയണ്ടേ. ഇവിടെ എന്ത് നടന്നാലും എന്റെ കൊച്ചമ്മ അറിയണോ വേണ്ടേ? കൊച്ചമ്മ ഇപ്പൊ എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ കയ്യോടെ പൊക്കാം. അത് അറിയണം കൊച്ചമ്മ. പറഞ്ഞ കൊച്ചമ്മ ഞാൻ പറഞ്ഞായിട്ട് തോന്നണ്ട. അയ്യോ അയ്യോ അമ്മേ, അമ്മ കേട്ടോണ്ടല്ലോ. ഇയാളെന്താ ചതിച്ച കഥ അമ്മ കൂടെ അറിയണോ? ചോദിച്ചില്ലടി. അമ്മേ അയ്യോ അയ്യോ, പെട്ടെന്ന് വന്നു. നിനക്ക് കടിക്കും ഞാൻ. അമ്മേ അമ്മ ഓടി വായോ. അടിച്ച പോയ ഞാൻ. എന്താടാ? ഒന്നുമില്ല അമ്മ. ഒന്നുണ്ടമ്മ. എന്തോ ഈ കിടന്ന് വിളിച്ചു പോകുന്നത്? ഇവളെ ബാത്റൂമിലൊന്ന് കൈകുത്തി വീണായിരുന്നു. ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ്, അത്രേ ഉള്ളൂ. ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ഇതൊക്കെ എപ്പോ സംഭവിച്ചതാ? ഞാൻ ബാത്റൂമില് വീണതൊന്നുമല്ല. വീണ് അത് പിന്നെ അമ്മയെ അറിയിച്ച വിഷമിക്കുമെന്ന് കരുതി അറിയിക്കാത്ത. എടാ എന്നാലും ഈ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവം എന്നോടൊന്ന് പറഞ്ഞുകൂടെ? ഞാനൊന്ന് അറിയണ്ടേ? അതെ അതെ. ഇത് എന്തൊരു കഷ്ടമാണെന്ന് ആലോചിക്കും. ഇതിന് എന്താ പറ്റിയതാ? ചെറുതായിട്ടൊന്ന് കൈ മുറിഞ്ഞ്, അത്രേ ഉള്ളൂ. അല്ല അമ്മ, ഞാൻ ബാത്റൂമിൽ വീണതൊന്നുമല്ല. പിന്നെ അമ്മയുടെ ഈ മോനുണ്ടല്ലോ, എന്നെ ചതിച്ചതിന് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി കൈ മുറിച്ചതാ. പ്രശോഭ, ഞാൻ എന്തുവാണ് കേൾക്കുന്നത്? അമ്മ ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ഇവള് തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ പറഞ്ഞു തരാൻ കാര്യം. പറ. അമ്മയ്ക്ക് രാവിലെ പ്രൈവറ്റ് സെക്രട്ടറി വേണമെന്ന് പറഞ്ഞില്ലേ ഒരു പെണ്ണിനെ? ഞാൻ അങ്ങനെ ഓരോരുത്തരെയും ഡീറ്റെയിൽസ് എടുത്ത് അങ്ങോട്ട് വിളിച്ചു ചോദിക്കായിരുന്നു. അത് ഇവള് ആ വിളിച്ച കോള് തെറ്റിദ്ധരിച്ചതാണ്. എന്റെ പൊന്ന് ദൈവമേ, ഈ വീട്ടിൽ എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? എനിക്ക് ഒരു പിടി കിട്ടുന്നത്. എങ്ങോട്ടെങ്കിലും ആശുപത്രിയിലോ ഈശുപത്രിയിലോ എവിടാന്ന് വെച്ചാൽ അവളെ കൊണ്ടുപോകാൻ നോക്കുന്നത്. വന്നേ, വാ കൊണ്ടുപോവാ. കഷ്ടം. എന്റെ ഈ റെഡ് വാട്ടർ കളർ ഇല്ലേ, അത് വാഷ്റൂമിൽ മൊത്തം കിടക്കുക. വാട്ടർ കളർ ബാത്റൂമിൽ കിടക്കുന്നത്? പക്ഷെ ഞാൻ എങ്ങനെ പെയിന്റ് ചെയ്യും? അമ്മ കണ്ടോ? എനിക്കെങ്ങനെ അറിയാൻ? ലക്ഷ്മി, എന്റെ കൈ എന്നെ ഒന്ന് കാണിച്ചേ. രാമ പറഞ്ഞില്ലേ കാണിക്കാൻ പറഞ്ഞോട്ട്. മുറിവ് കാണിച്ചു തുടങ്ങോട്ട്. അമ്മ കാണിക്ക്. അമ്മയ്ക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവമ്മ. ഞെട്ടിട്ട് കുറച്ച് നാളായി. ഒന്ന് ഞെട്ടിക്കോട്ടെ എന്റെ പൊന്നു മക്കളെ. നീ കാണിക്കും. വേണ്ടമ്മ, ഞാനത് താങ്ങൂല്ലോ. കാണിക്കൂ, നോക്കമ്മ. അയ്യടാ, ഒരു കെട്ടിയോൻ, ഒരു ശിങ്കിടി, ദാട്ടെ ഒരു അനിയത്തി കുട്ടി. നിങ്ങൾക്ക് മൂന്നെണ്ണത്തിനും ചോര കണ്ട അറിഞ്ഞൂടല്ലേ ചോര ഏതല്ലാത്തത്? അതാണ് എനിക്കൊരു സംശയം പോലെ. മനസ്സിലായോ കുഞ്ഞിന്റെ വാട്ടർ കളർ എവിടെ പോയെന്നുള്ളത്? വാഷ്റൂമിൽ ഇങ്ങനെ കിടന്നു. സത്യതേ ഇപ്പൊ കട്ട പിടിച്ചത്. നാണകെട്ട പരിപാടി വെച്ച് കാണിക്കുന്ന മൊത്തം. എന്റെ പൊന്ന് ദൈവമേ, എന്റെ പെണ്ണെ, നിന്റെ ബുദ്ധി അപാര ബുദ്ധി തന്നെ കേട്ടോ. നിനക്ക് നാണമുണ്ടോ? എന്നെ അത്രയ്ക്ക് രാവിലെ പറഞ്ഞു. അതുകൊണ്ട് ഞാനൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ആ ദേഷ്യത്തിന് ചെയ്തതാ. ഓഹോ, അത് ശരി. അവനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഭാര്യയുടെ വക പ്രതികാരം. ചേച്ചി ഇത്ര കളിയാന്ന് നീ അറിഞ്ഞില്ലേ ചേച്ചി? കഷ്ടം. കണ്ടുപിടിച്ച ഒരു ഐഡിയ. അമ്മ, ഇത് എന്റെ ഐഡിയ അല്ല. ആരുടെയാ? അല്ല കൊച്ചമ്മ, അതിന് സംസാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് അകത്ത് പോവാം. പറഞ്ഞ കാര്യങ്ങളിലായിരുന്നു. പറഞ്ഞ അമ്മ
ഇല്ല അമ്മ. എന്താ? പറ. എന്റെ വിഷമം പറഞ്ഞപ്പോ മുത്തോണ്ണനാ ഇതുപോലെ ചെയ്യാൻ പറഞ്ഞത്. മുത്തോണ്ണനാ? അല്ല കൊച്ചമ്മ, ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വിഷയം തീർക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്താണ്. അതെ, അതെ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വിഷയം തീർക്കാൻ. അതെ. അതിനാണോടാ വീട്ടുകാരെ ടെൻഷൻ അടിച്ചുകൊണ്ട് ഈ വൃത്തികെട്ട ഐഡിയ പറഞ്ഞു കൊടുത്തത്? അല്ല കൊച്ചമ്മ, പ്രസവത്തിന്റെ ഭാവി ഓർത്ത് പറഞ്ഞു പോയതാ. ആണോ? പ്രചോദിന്റെ ഭാവി ഓർത്താ കൊച്ചു ചാവാ പോകുന്നത് ആത്മഹത്യ ചെയ്യുന്ന ആശുപത്രി പോകാൻ പോയതല്ലേ? അല്ല ഞാൻ അല്ല മിണ്ടരുത്, മിണ്ടിപ്പോവരുത്. കയ്യിലിരിപ്പ് കൊള്ളാവല്ലോ നിന്റെ. അല്ല കൊച്ചമ്മ, ഈ സെക്രട്ടറിയുടെ കാര്യം പറഞ്ഞാണ് ഇത്രയും വിഷയത്തിലോട്ട് വന്നത്. അതെ. അതുകൊണ്ട് അല്ല അതുകൊണ്ട് ചത്ത കിടക്കുന്ന പെണ്ണിനെ വെക്കണോ സെക്രട്ടറി ആയിട്ട്? കേറി പോകാത്തോട്ട്. സെക്രട്ടറി ആയിട്ട് വെക്കാൻ ചന്തയിലെ ഒരു പെണ്ണ്, അവൻ പറയുന്നത് കേൾക്കാൻ ഒരു മരുമോള്, അതിനനുസരിച്ച് തുള്ളാൻ കുറെ ആൾക്കാരും. നാണം ഉണ്ടോടാ നിനക്ക്? ആ മക്കളെ, നാണമില്ലാത്ത പരിപാടി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.